യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്വീകാര്യമായ സമയത്ത് നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കും. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഈ നിമിഷം ദൈവത്തിന് സ്വീകാര്യമായ നിമിഷമാണ്. നമുക്ക് ആ ദൈവത്തോടുകൂടി ആയിരിക്കാം. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ദൈവത്തിന് സ്വീകാര്യമായ സമയമായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുന്ന നിമിഷം ദൈവത്തിന് സ്വീകാര്യമായ സമയമാണ്. ആ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക, മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ സ്നേഹസമ്പന്നനായ സർവാധിപനായ സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.